അരമണിക്കൂർ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റൽ EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു. ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്. ഇനി വളരെ വേഗത്തിലാണ് ഫലം പുറത്തു വരുന്നത്. ആദ്യത്തെ അരമണിക്കൂർ പിന്നിട്ടപ്പോൾ പുറത്തു വന്ന വിവരങ്ങളെല്ലാം പോസ്റ്റൽ ബാലറ്റിൽ നിന്നോ വീട്ടുവോട്ടിൽ നിന്നോ ഉള്ളതാണ്. അത് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും ഇല്ലെങ്കിലും EVM എണ്ണി തുടങ്ങുന്നു. ഇനി എല്ലാവരും സസൂക്ഷ്മം അതിജാഗ്രതയോടെ ഈ കോളങ്ങളിലേക്ക്, ഈ ടാലിയിലേക്ക്, അക്കങ്ങളിലേക്ക്, കളത്തിലേക്ക് നോക്കിയിരിക്കൂ. അതിവേഗത്തിൽ മാറി മറിയാൻ പോകുന്ന കണക്കുകൾ വരാൻ പോകുന്നു. UDF ഒരു ക്ലീൻ സ്വീപ്പ് ഒന്നും കിട്ടാൻ പോകുന്നില്ലേ കേരളത്തിൽ? 11-9 LDF തോറ്റ് തുന്നമ്പാടി പോകുമെന്ന്, ആകെയുള്ള ഒരു സീറ്റിൽ NDA ജയിക്കുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ നിഷ്പ്രഭമാക്കാൻ പോവുകയാണോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞവരെ അപ്രസക്തരാക്കാൻ പോവുകയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? തൃശ്ശൂരിൽ 15 വോട്ടുമായിട്ട് സുരേഷ് ഗോപിക്കും കെ മുരളീധരനും മേലെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആലത്തൂരിൽ ലീഡ് ചെയ്യുന്നത് കെ രാധാകൃഷ്ണനാണ്. ആറ്റിങ്ങൽ ലീഡ് ചെയ്യുന്നത് LDF ആണ്. കൊല്ലത്തിൽ ലീഡ് ചെയ്യുന്നത് LDF ആണ്. പത്തനംതിട്ടയിൽ LDF ആണ്. മാവേലിക്കരയിൽ LDF ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും ചാലക്കുടിയിലും തിരുവനന്തപുരത്തും UDF ലീഡ് ചെയ്യുന്നു. 11-9 ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ ഈ അവസ്ഥയിൽ. കേരളത്തിൽ അത് നിശ്ചയമായും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാരണം LDF ഒറ്റ സീറ്റിൽ നിന്ന് കനലൊരു തരി എന്ന കളിയാക്കലിൽ നിന്നാണ് 9 സീറ്റിലെ ലീഡിലേക്ക് ഉയർന്നു വന്നത്. പക്ഷേ ഇതൊന്നും ഒരു ട്രെൻഡ് പറയാൻ പറ്റില്ല. ട്രെൻഡാണ് ഇനി അറിയണം. EVM എണ്ണി തുടങ്ങുമ്പോൾ നമുക്കറിയാൻ കഴിയും. EVM എണ്ണുമ്പോഴാണ് ജനമനസ് എന്താണ്, കേരളത്തിന്റെ പൊതുവികാരം എന്തായിരുന്നു, ഒരു സിംഗിൾ ഫാക്ടർ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ ആരാണ് തൂത്തുവാരാൻ പോകുന്നത് എന്നറിയാൻ ഇനിയുള്ള നിമിഷങ്ങളിലാണ് കാത്തിരിക്കേണ്ടത്. ഇന്ത്യ സഖ്യം അങ്ങനെ തകർന്നു പോയെന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ 442 സീറ്റുകളിലെ ഫലം വരുമ്പോൾ 166 സീറ്റിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ EVM പുറത്തു വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആധിയുള്ളത് അവിടെയാണ്. EVM-ൽ എണ്ണുമ്പോൾ ഞങ്ങൾ വീണുപോകുമെന്ന ഭയം ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതേഴ്സിന്റെ കണക്കെടുക്കാം, അവിടെയാണ് YSRCP ഉള്ളത് കേട്ടോ, അവിടെയാണ് ബിജു ജനതാദൾ ഉള്ളത്. അപ്പം മറ്റ് കക്ഷികളെ എടുക്കാം. അതിൻ്റെ കൂടെ എടുത്താൽ ഏതാണ്ട് 200-ന്റെ പരിസരത്തേക്ക് മോദി ഇതര കക്ഷികൾ എത്തുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ മോദി ഒരിക്കലും താഴേക്ക് പോരുന്നില്ല എന്ന് മാത്രമല്ല, ഗ്രാജ്വലി ഉയരുന്നതിൻ്റെ ഉയർച്ച മാത്രം കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.